തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രം മകരക്കൂറുകാരെ സംബന്ധിച്ച് അവർക്കും 7.5 ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് 3-ലാണ് നമുക്ക് ശനീശ്വരം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശനീശ്വരം വന്നു, 2-ാം ഭാവത്തിലേക്ക് രാഹു വരുന്നു, അഷ്ടമത്തിലേക്ക് കേതു വരുന്നു. അഷ്ടമത്തിലെ കേതു നമുക്ക് ദോഷത്തെ ചെയ്യുന്ന ഒരു ഗ്രഹമാണ്, രോഗങ്ങളെ ഉണ്ടാക്കും. ആ രോഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ മറ്റുള്ള ഭാവങ്ങളിൽ ഏറ്റവും നല്ല ഭാവമാണ്. വ്യാഴം 6-ലാണ് വരുന്നത്. അപ്പോൾ വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 3-ൽ ശനീശ്വരം വരുമ്പോൾ ഏറ്റവും നല്ല ഭാവമാണ്. രാഹു 2-ൽ നിന്നതിലും നമുക്ക് ആ ശനിയുടെ 2 ഭാവം കൊണ്ടും നമുക്ക് നല്ലതാണ് കിട്ടുക. അപ്പോൾ എന്തേ ഒരു പ്രവർത്തിക്ക് പോകുമ്പോഴും 2 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക. മകരം രാശിക്കാർ എപ്പോഴും ഒരു പിടിവലി രാശിയാണ്. അതിൻ്റെ അധിപതികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മുതലേ ഒരു മാനും പോലെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു വർഷവും നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എന്തൊരു കാര്യത്തിനും നമ്മൾ മുന്നോട്ട് കയറി ഒരു ബിസിനസ്സിൽ ഏർപ്പെടാണെങ്കിലും ഒരു കച്ചവടമാണെങ്കിലും നമ്മളൊരു വാഹനം വാങ്ങുന്നതിനായാലും എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. എടുത്ത് ചാടി ചെയ്യുക അല്ല നമ്മുടെ ഒരു തീരുമാനം. നമുക്ക് പതുക്കെ നമുക്ക് മുന്നിലേക്ക് പോയി അതൊരു വീട്ടുകാരൊക്കെ കൂടി ഒന്ന് ആലോചിച്ച്, കൂട്ടുകാരുടെ അടുത്തൊരു തീരുമാനമായിരിക്കാം, അപ്പോൾ വീട്ടുകാരോട് കൂടി ആലോചിച്ച് ആ ക്യാഷ് എവിടെ നിന്ന് വരുന്നുള്ള അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. എടുത്ത് ചാടി ചെയ്താൽ ഈ രാഹു നമുക്ക് ദോഷത്തെ ചെയ്ത് തരും. പിന്നെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. ദേവിയെ നന്നായിട്ട് ആരാധിക്കുക. അഷ്ടമത്തിലെ കേതു ഒക്കെ നമുക്ക് ജ്ഞാനത്തെ തരുന്നുണ്ട് കേട്ടോ, പക്ഷെ രോഗങ്ങളെയും തരും. അപ്പോൾ രോഗങ്ങളെ പദവ വന്നാൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് എന്ത് പഠിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അതൊക്കെ നമുക്ക് അതിനേക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തരാനായിട്ട് ഈ ഒരു വർഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ വാക്കിനെയും വ്യാഴത്തെയും ശ്രദ്ധിക്കുക. വ്യാഴം വെച്ചാൽ ധനത്തെയും ശ്രദ്ധിക്കുക. മറ്റുള്ള എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര ധൈര്യവും തൻ്റെ ഇടമൊക്കെ ഉണ്ടായിരിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, രാഹുകേതുക്കൾക്ക് പട്ടുപൂജയൊക്കെ കൊടുക്കുക, ദേവീക്ഷേത്രത്തിൽ പറ്റത്തൊക്കെ വഴിപാട് ചെയ്യുക, ലളിതാ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. ചിലർ ദേവി മഹാത്മ്യായിരിക്കും ജപിക്കുന്നുണ്ടാവുക, അപ്പോൾ അതാണെങ്കിൽ അതിലത്തെ 11-ാമത്തെ അധ്യായമൊക്കെ നന്നായിട്ട് ജപിക്കുക. വേണ്ടത് വേണ്ടപ്പോൾ തോന്നുന്ന ബുദ്ധി ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്.